ശലോം കൂട്ടുകാരെ, ശബാത് ശലോം. നമുക്കറിയാം വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്ത് ആണ് എന്ന്. ശബത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യാത്ത പലരും ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു വാക്ക് അവിടെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ. അവരൊക്കെ എല്ലാ സൺഡേയും പള്ളിയിൽ പോകുന്ന, എന്താ പറയുക, ചിലപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന, എന്താ പറയുക, നസ്രാണികൾ. അവരാണ് എന്നോട് ചോദിക്കുന്നത്, എന്താ ഒരു വാക്ക് എന്തോ പറയണ്ടല്ലോ, നമ്മൾ ശലോം എന്നാണോ, അത് സമാധാനം എന്നാണോ, അതല്ല വേറെ എന്തോ പറയണ്ടല്ലോ, അപ്പം നമ്മൾ ശബത്ത് എന്നാണോ, അത് തന്നെ, അതെന്താ എന്ന് ചോദിക്കുകയാണ് ക്രിസ്ത്യാനി അല്ലേ. കാരണം അവർ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, അത് ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യാനിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ അത് മാത്രമല്ല, അവർ ഈ ശബത്ത് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവില്ല, അവർ സാബത്ത് എന്നാണ് അവർ കേട്ടേക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, ആദിമ ക്രൈസ്തവർ അങ്ങനെ ആയിരുന്നില്ല. അവർ ശിഷ്യന്മാരെ ഫോളോ ചെയ്തവരായിരുന്നു. അതായത് യഹൂദന്മാരെ പോലെ യഹൂദരെ ഫോളോ ചെയ്യുന്നവരായിരുന്നു. അവർ പതിവ് പോലെ എല്ലാ ശനിയാഴ്ചയും ശബത്ത് ആചരിച്ചിരുന്നു. പക്ഷെ പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് സാത്താൻ ഈ സഭയുടെ അധികാരം പിടിച്ചെടുത്ത്, സാത്താൻ എന്താ പറയുക, സഭയിലെ പല നിയമങ്ങൾക്കും മാറ്റം വരുത്തി. സാത്താൻ്റെ പ്രവൃത്തി മൂലം ആ സഭ തന്നെ സാത്താൻ ഏറ്റെടുത്തു അല്ലേ. ഇതൊക്കെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാനൊന്നിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ശബത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സാണ്, അതായത് എൻ്റെ ആത്മീയ കൂട്ടുകാരാണ് എൻ്റെ ഫാമിലി. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ശബത്ത് ശലോം. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ എന്താ ശനിയാഴ്ചയല്ലേ അങ്ങനെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശനിയാഴ്ചയാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് വീഡിയോ ഇടുന്നത്, വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഫുഡ്, അതുപോലെ ഗ്രാൻഡായിട്ട് കാര്യങ്ങൾ, വെള്ളിയാഴ്ച തുടങ്ങി നിങ്ങൾ ശബത്ത് ശലോം എന്ന് പറയുന്നു. അതെന്താന്ന് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. ഞങ്ങൾക്കൊക്കെ അറിയാം. അതായത് ഉൽപ്പത്തി വായിച്ചാൽ അറിയാം നമുക്ക്, അവിടെ ഓരോ ദിവസം സൃഷ്ടിക്കുമ്പോഴും അവിടെ ദൈവം പറയുന്നത് സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം, സന്ധ്യയായി ഉഷസ്സായി രണ്ടാം ദിവസം, അങ്ങനെയാണ് അതിൽ പറയുന്നത്. അതായത് ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയം മുതലാണ്. തലേദിവസം സൂര്യാസ്തമയം മുതൽ പിറ്റേ ദിവസം സൂര്യാസ്തമയം വരെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ. ലോക ജനതയ്ക്ക് രാത്രി 12 midnight ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ജനതയ്ക്ക്, ഞങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കും ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയത്തോട് കൂടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശബത്ത് ശലോം. ഇനി ഞാനിന്ന് സംസാരിക്കുന്ന വിഷയത്തിലേക്ക് വരാം. പക്ഷേ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാകാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നോമ്പ് കാലമാണല്ലേ, നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് കർത്താവിൻ്റെ എന്താ പറയുക ക്രൂശ് മരണത്തിനും ഉയർപ്പിനും ഒക്കെ നിങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ക്രൂശിൽ മരിച്ചത് ആരാണ്? ക്രൂശിൽ മരിച്ചത് ആരാണ്? പിതാവ്, ഓപ്ഷൻ ഉണ്ട്, പിതാവ് അഥവാ പുത്രൻ. ആരാണ്? പിതാവാണോ പുത്രനാണോ? ഈ ചോദ്യം ഓരോ ക്രിസ്ത്യാനിയും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കിട്ടുക എന്ന് വെച്ചാൽ അത് ഇത്തിരി പാടാണ്. മാത്രമല്ല, അത് എന്ത് ഉത്തരം കിട്ടും എന്നതിനെ അനുസരിച്ചാണ് നിങ്ങളുടെ വിശ്വാസം ഇരിക്കുന്നത്, അടിസ്ഥാനപരമായ വിശ്വാസം ഇരിക്കുന്നത്. വിശ്വാസം എന്നാൽ പരിചയം എന്നാണ് അല്ലേ. വചനം എന്ന വാളെടുക്കണം, വിശ്വാസം എന്ന പരിചയം എടുക്കണം, അങ്ങനെയൊക്കെയല്ലേ ബൈബിളിൽ. അപ്പോൾ വിശ്വാസം പരിചയം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? രക്ഷ നേടാനാണ്. വാളിൽ നിന്ന് രക്ഷ നേടാനാണ് പരിചയം ഉപയോഗിക്കുക അല്ലേ. മനസ്സിലായോ? പുറമേ നിന്നുള്ള വാളിൽ നിന്ന് നമ്മൾ രക്ഷ നേടാനാണ് വിശ്വാസം എന്ന പരിചയം എടുക്കണ്ടേ. നമ്മൾ തിരിച്ചു വെട്ടേണ്ടത് വചനം എന്ന വാളെടുത്തിട്ടും അല്ലേ. അപ്പോൾ വാളിൽ നിന്ന് രക്ഷ നേടണം എങ്കിൽ അടിസ്ഥാനപരമായ ഈ വിശ്വാസം ഉണ്ടായിരിക്കണം. ഏത് വിശ്വാസം? ഞാൻ ഈ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി പറയൂ. പുത്രനാണോ അതോ പിതാവാണോ അന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്? പറയും. ഭൂരിഭാഗം പേര് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, എന്ത്, പുത്രനല്ലേ, പുത്രനാണ് എന്ന്.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും, അപ്പോൾ പിതാവും പുത്രനും വേറെ വേറെയാണോ? അപ്പോൾ പിന്നെ ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥം? പുത്രനല്ലേ രക്ഷിച്ചത്, ദൈവം പിതാവല്ലല്ലോ. ഇനിയിപ്പോൾ ദൈവമാണ്, പിതാവ തന്നെയാണ് രക്ഷിച്ചത് എങ്കിൽ അപ്പോൾ യേശുവ ഭൂമിയിൽ, അതായത് യേശുവയുടെ മരണത്തിലൂടെ പിതാവാണ് ഞങ്ങൾ രക്ഷിച്ചത് എന്നാണ് ആൻസർ എങ്കിൽ യേശുവ ഭൂമിയിൽ ദൈവമായിട്ടാണോ ജീവിച്ചിരുന്നത്? നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി ഉണ്ടാവും ഇപ്പം എൻ്റെ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അല്ലേ. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണമാണ് അത്. സാത്താൻ ഈ കിടന്ന് കളിച്ച് നിങ്ങളുടെ മനസ്സ് മാറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. മനസ്സിലായോ? അതായത് ഞാൻ നിങ്ങളോട് തന്നെ, നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇത്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അപ്പം ഇതിൽ ഉത്തരം കണ്ടെത്തുന്നതിൽ തോൽവി സംഭവിച്ചത് കൊണ്ടാണ് ഇന്നത്തെ ക്രിസ്ത്യാനി സമൂഹം ഇങ്ങനെയായി പോയത്. നേരാവണ്ണം ബൈബിള് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് കൊടുത്തെങ്കിൽ കുരുടന്മാരെ വഴി നടത്തി പൊട്ടക്കിണറ്റിലേക്ക് ഇടേണ്ട ഒരു സ്ഥിതി ഇന്ന് വരില്ല. മനസ്സിലായോ? ബൈബിള് പഠിച്ച് മനസ്സിലാക്കാതെ കുരുടന്മാർ നിങ്ങളെ പഠിപ്പിച്ച് പൊട്ടക്കിണറ്റിലിട്ടിരിക്കുകയാണ്. ആ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ഇന്നും ക്രിസ്ത്യാനി ആ ത്രികോണത്തിൽ കിടന്ന് കറങ്ങുകയാണ്. പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് എന്താ? അതാണ് ലോകം. ഒരു ലോകം, പുറത്തുള്ളത് ആ തവളയ്ക്ക് അറിയില്ല. അപ്പം അത് മാത്രം വിശ്വസിച്ച് നടക്കുന്നു. പക്ഷെ ഈ പൊട്ടക്കുളം ത്രികോണാകൃതിയിലാണ് അല്ലേ. അപ്പം ഈ ട്രയാങ്കിൾ എന്താണെന്നല്ലേ? ആ ട്രയാങ്കിൾ ഇലുമിനാറ്റിയുടെ ചിഹ്നമാണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലേ. നടുക്ക് സാത്താൻ്റെ ഒരു ഒറ്റ കണ്ണും കൂടി ഉണ്ടെങ്കിൽ അത് ഇലുമിനാറ്റിയുടെ ചിഹ്നമായി അല്ലേ. അപ്പോൾ പക്ഷേ അതിൽ 3 മൂലകളുണ്ട് ആ ട്രയാങ്കിളിൽ. ആ മൂലകളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഈ ത്രിയേക ദൈവം, അതിലാണ് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത്. അപ്പം ഞാനിനി വിഷയത്തിലോട്ട് വരാം. അതായത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഇനി ഞാൻ പറഞ്ഞത് കേൾക്ക്. നിങ്ങൾ പഴയ നിയമം ആദ്യം വായിക്കണം. പുതിയ നിയമം വായിക്കുന്നതോട് കൂടി തന്നെ പഴയ നിയമം കൂടി വായിക്കണം. ആ പഴയ നിയമം മാറ്റിവെച്ചിട്ട് പുതിയ നിയമം മാത്രം നോക്കുമ്പോഴാണ് നിങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക കൺസെപ്റ്റ് വരുന്നത്. ഞാനിത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് അല്ലേ. അതൊക്കെ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3ഉം ഒരാൾ തന്നെയാണ്. അപ്പം നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര ദൈവം ഉണ്ടെന്ന്. അപ്പം നിങ്ങൾ പറയും ഒരു ദൈവം അല്ലേ. അപ്പോൾ പിതാവാരാ? അത് പിതാവായ ദൈവം. പുത്രനാരാ? അത് പുത്രനായ ദൈവം. പരിശുദ്ധാത്മാവാരാ? അത് പരിശുദ്ധാത്മാവായ ദൈവം. അപ്പോൾ 3 ദൈവമല്ലേ എന്ന് ചോദിച്ചാൽ ഒരു ക്രിസ്ത്യാനി സമൂഹത്തിൽ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ കുഞ്ഞാകെ കൺഫ്യൂഷനാവും. അത് ശരിയാണല്ലോ, അപ്പം 3 ദൈവമല്ലേ എന്ന് കുഞ്ഞ് കൺഫ്യൂഷനാവും. ഇനി വലിയവരോട് ചോദിച്ചാൽ ഒരു ആൻസർ ഉണ്ട്. എന്താണെന്നറിയോ? ഒരു ദൈവമുള്ളൂ, ദൈവത്തിൽ 3 ആളുകളാണ് എന്നാണ് അവരെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. മണ്ടൻ സമൂഹം. അല്ലാണ്ട് എന്താ പറയുക, ഈ 3ഉം ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തേ? ഈ 3ഉം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3ഉം ഒരാൾ തന്നെയാണ്. അതിനെ ഈ പ്രാവശ്യം കൂടുതൽ വ്യക്തമാക്കി തരാം. ഈ 3 ആളുടെ പേരും നാമവും ഒന്ന് തന്നെയാണ്. എന്താണ് ആ നാമം? യഹോശുവ മശിഹ. മനസ്സിലായോ? യേശു എന്ന നാമം യേശുവ എന്നാണ്. അത് ഞാൻ പറഞ്ഞല്ലേ, ഹീബ്രുവിൽ യേശുവ എന്നാണെന്ന്. ക്രിസ്ത്യാനിക്ക് സ്വന്തം ദൈവത്തിൻ്റെ പേര് പോലും അറിയില്ല. അതുപോലും ഈ അച്ഛന്മാർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പഠിപ്പിച്ചും കൊടുക്കുന്നില്ല, അന്വേഷിക്കുന്നുമില്ല. എന്തായിരുന്നു? യേശു എന്ന മലയാളിയായിരുന്നോ? യേശു മലയാളിയായിരുന്നോ? പല പേരിട്ട് യേശു എന്ന് വിളിക്കാനായിട്ട്. ഇനി എന്താണ് നിങ്ങൾ ഈ പറയും ഇസ, പിന്നെന്താണ് യേശു, ജീസസ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജാതിയിലുള്ള യേശുവിനെയാണോ കൊടുത്തേക്കുന്നത്? ആണോ? അല്ലല്ലോ. യഹൂദനായ യേശുവായിരുന്നു അല്ലേ. യേശുവ എന്നായിരുന്നു യേശുവിൻ്റെ പേര്. യഹൂദനായിരുന്നു. അപ്പം ശരിക്കും ഉണ്ടായിരുന്ന പേര് യേശുവ എന്നായിരുന്നു. ഒരാളുടെയും പേരും മാറാത്ത ഈ ലോകത്ത് യേശുവിൻ്റെ പേര് മാത്രം എന്താ നിങ്ങൾ മാറ്റണേ? യേശുവ എന്നുള്ള പേര് എന്തുകൊണ്ട് നിങ്ങൾ യേശു യേശു എന്ന് വിളിക്കണേ? അത് ചിന്തിക്ക്. ഇതൊക്കെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പം അതൊന്നല്ല എൻ്റെ വിഷയം.
അപ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ യഥാർത്ഥ നെയിം, യഥാർത്ഥ പേര് യഹോശുവ മശിയാഹ് എന്നാണ്. പഴയ നിയമം നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ദൈവം തന്നെ വന്ന് നമ്മെ രക്ഷിക്കുമെന്ന് നമുക്ക് പഴയ നിയമത്തിലുടനീളം പറയുന്നത് കേൾക്കാം. പിന്നീട് കാണുന്നത് ആ രക്ഷകനെ മശിഹായെ കാത്തിരിക്കുന്ന ഒരു ജനതയെയാണ്. ആ കാത്തിരുന്ന ദൈവം മനുഷ്യനായി വന്നതാണ് പുതിയ നിയമത്തിൽ. അതായത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമം മനസ്സിലായോ? പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലേ, ഞാൻ നിയമങ്ങളെ മാറ്റാനല്ല വന്നത്, ഞാൻ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന്. മനസ്സിലായ? യേശയ്യാവ് 9:6 വായിച്ചു നോക്കി. അവിടെ യേശുവായെ പറ്റി പറയുന്നുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും, അവിടുന്ന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നവിടെ പറയണേ, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് നിത്യപിതാവ് തന്നെയാണ് യേശുവായി വന്നത്. പക്ഷേ അത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത്. എന്ത്? നിത്യപിതാവാണ് വന്നതെങ്കിൽ അപ്പം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവ ദൈവമായിരുന്നിട്ടായിരിക്കുമല്ലോ ജീവിച്ചിരുന്നേ എന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? അപ്പം സ്വർഗത്തിൽ അപ്പം ദൈവം ഉണ്ടായിരുന്നില്ലേ? മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, യേശുവ യഹൂദനായ മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചത്, ദൈവമായിട്ടല്ല. നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പറ്റുന്ന തെറ്റ് അതാ, മരണശേഷം ഓക്കെ, പക്ഷെ മരിക്കുന്നത് വരെ യേശുവ മനുഷ്യനായിരുന്നു, ദൈവമായിട്ടല്ല ഭൂമിയിൽ ജീവിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്ക്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവ മനുഷ്യൻ, പച്ചയായ യഹൂദനായ മനുഷ്യനായിട്ടാണ് ജീവിച്ചിരുന്നത്, ദൈവമായിരുന്നില്ല. അപ്പം നിങ്ങൾ പറയും പല സ്ഥലത്തും ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതിലുണ്ടല്ലോ, അത്ഭുതങ്ങൾ കാട്ടുന്നുണ്ടല്ലോ, മരിച്ചവർ വരെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ പറയൂലേ. അത് നിങ്ങൾ കേട്ട് തെറ്റിദ്ധരിക്കണ്ട. യേശുവ ദൈവമായിട്ടായിരുന്നു ജീവിച്ചത് നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാ. കാരണം പുതിയ നിയമത്തിലാണല്ലോ ഇതൊക്കെ പറയുന്നേ. പക്ഷെ നിങ്ങൾ ചിന്തിക്കൂ, പ്രവാചകന്മാരെ എടുത്ത് നോക്കൂ, ബൈബിളില് പഴയ നിയമത്തിൽ നോക്കൂ, ഈ പല പ്രവാചകന്മാരും പല അത്ഭുതങ്ങളും കാണിച്ചിട്ടില്ലേ? മരിച്ചവരെ വരെ ഉയർപ്പിച്ചിട്ടില്ലേ? ഇല്ലേ? പിന്നെ എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, ദൈവം പറഞ്ഞിട്ടില്ലേ? അബ്രാഹത്തിനെ, ആദത്തിനെ ഒക്കെ ദൈവത്തിൻ്റെ പുത്രൻ എന്നല്ലേ വിളിച്ചിരിക്കുന്നേ. അപ്പോൾ ഇതുപോലെ തന്നെ മനുഷ്യനായ അവസ്ഥയിൽ യേശുവ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, ദൈവമായിരുന്നില്ല. അതുകൊണ്ടാണ് പുത്രൻ എന്ന്, ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. മനുഷ്യപുത്രൻ എന്നും പറയുന്നുണ്ട്. മനസ്സിലായ? അപ്പോൾ ഒരു അപ്പൻ മകൻ ബന്ധമായിരുന്നു അവരുടേത്. അപ്പം നിങ്ങൾ ചോദിക്കും, സ്വർഗത്തിൽ അപ്പനിരിക്കേ അപ്പൻ എങ്ങനെ ഭൂമിയിൽ മനുഷ്യനായിട്ട് വരാൻ സാധിക്കും? അല്ലേ? അല്ലയോ മനുഷ്യ, ദൈവത്തിൻ്റെ വല്ലഭത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അത് നിന്റെ ചിന്തയ്ക്ക് അപ്പുറമാണ്, ചിന്തയ്ക്ക് അതീതമാണ്. ഈ പ്രപഞ്ചം ഇത്ര ഭംഗിയായി സൃഷ്ടിച്ച, നിങ്ങൾ ശാസ്ത്രം പലതും പറയൂലേ, പൊട്ടിത്തെറിക്കോടെ വന്നു, മനുഷ്യൻ കുരങ്ങിൽ വന്നു എന്നൊക്കെ, മണ്ടത്തരങ്ങളല്ലേ. പൊട്ടിത്തെറിക്കൂടെ എങ്ങനെയാണ് ഇത്ര അടുക്കും ചിട്ടയായിട്ട് ഇത്ര ഭംഗിയോടുകൂടി ഓരോന്ന് വരാ? പിന്നെ അത് മാത്രമല്ല, അതിൽ പിന്നെന്താ പൊട്ടിത്തെറിക്കാത്തേ? അതിൽ പിന്നെന്താ കുരങ്ങനെ പരിണാമം സംഭവിക്കാത്തേ? എനിക്കറിഞ്ഞൂടെ. ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന മണ്ടന്മാരാണ്, ഇത്രയും വിദ്യാസമ്പന്നനായ ജനങ്ങൾ. ഇനി നിന്റെ ശരീരം തന്നെ എടുത്തു നോക്കൂ, എത്ര അടുക്കും ചിട്ടയോടും കൂടി, എത്ര ഇതായിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നേ. നമ്മൾ ഈ ലാപ്രോട്ടമി ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ വയറൊക്കെ തുറക്കുമ്പോൾ ആ എന്താ പറയുക, ഭംഗിയോട് കൂടി അടുക്ക്. ഇപ്പോൾ എന്താ പറയുക, ഒരു 5 മീറ്ററൊക്കെ നീളമുണ്ട് നമ്മുടെ കുടലിന്. ആ കുടലൊക്കെ ഇത്ര ഭംഗിയോട് കൂടിയാണ് ഇങ്ങനെ വെച്ചേക്കണമെന്നറിയോ? അത് പുറത്തേക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും നമുക്ക് സർജറിയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അത് പിന്നീട് ഉള്ളിലേക്ക് കയറ്റാൻ ഞങ്ങൾക്ക് എന്ത് കഷ്ടപ്പെടും എന്നറിയോ? അതായത് ആ ഒരു ഭംഗിയിൽ, ആ ഒരു പൊസിഷനിൽ പിന്നീട് തിരിച്ച് കയറ്റാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഒരു കണക്കിന് അതിൻ്റെ അകത്തേക്ക് എത്തില്ല, പിന്നെ പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരിക്കും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെ ഇതിങ്ങനെ മനുഷ്യരും ഇങ്ങനെ ആക്കി വെച്ച് ഒരു ചെറുത് എന്തേലും ഒന്ന് എടുത്ത് നോക്കിയാൽ അതിന് വരെ ഒരു പർപ്പസ് ഉണ്ട്, കുഞ്ഞൊരു പർപ്പസ്. നിന്റെ തലമുടി നാര് പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു പറയുന്നത് വെറുതെയല്ല. കർത്താവ് തലമുടി നാരിന് പോലും
വില കണ്ടിട്ടുണ്ട്. അതിന് പോലും സ്ട്രക്ചർ ഉണ്ട്. എന്താ പറയുക, അതൊക്കെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നണില്ലേ? അപ്പോൾ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. പക്ഷെ സാത്താൻ അവനൊന്നുമില്ല, അവൻ ചൂക്കാണ്, ഒരു കോപ്പം അറിയില്ല. അവനും പല അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ പറ്റും ടെക്നോളജി വെച്ചിട്ട്, ശാസ്ത്രം വെച്ചിട്ട് അല്ലേ. പക്ഷെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ബേസ് നോക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിന് ഉദാഹരണമാണ് പല റോബോട്ടുകൾ ഉണ്ടാക്കണില്ലേ, മനുഷ്യരൂപത്തിലല്ലേ റോബോട്ടുകൾ ഉണ്ടാക്കുന്നത്. ശരി, പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്, റോബോട്ടില്ല എന്ന് പറയില്ല. പക്ഷെ അവയെ കൊണ്ടൊക്കെ ഉപകാരം എന്താ? എന്തുകൊണ്ടാണ് മനുഷ്യ റോബോട്ടുകളെ കൊണ്ടാണ് ഉപകാരമുള്ളൂ അല്ലേ? 5 വിരൽ ഒരു വിരലും കൂടി ഉണ്ടാക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ 4 വിരൽ ഉണ്ടാക്കിക്കൂടായിരുന്നോ? റോബോട്ട് ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് കറക്റ്റ് മനുഷ്യനെ പോലെ തന്നെ ഉണ്ടാക്കുന്നത്? അതായത് അറിയാം, ഇത് അങ്ങനെ തന്നെ കർത്താവ് ഉണ്ടാക്കി വെച്ചത്, ഒന്നും വെറുതെ അല്ല, ഒന്നും എക്സ്ട്രാ ഫിറ്റിങ്സ് ഇല്ല, ഒന്നിനും കുറവുമില്ല, കറക്റ്റാണ്. അപ്പം ആ ഒരു അടിസ്ഥാന ബേസ് എടുത്തിട്ടാണ് അവന് കളിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ആബയുടെ ശക്തി വേറെ. ഇവനെ ആര് മനസ്സിലായി നിങ്ങൾക്ക്? സാത്താന് പല കളി കളിക്കാൻ പറ്റും, നമ്മുടെ ആബയുടെ തൊട്ടടുത്തേക്ക് എത്താൻ പറ്റില്ല. എത്താൻ പറ്റില്ല എന്നല്ല, അവനും ആബയുമായിട്ട് യാതൊരു ഇതിനും നമുക്ക് പോകാൻ പോലും പറ്റത്തില്ല. അവൻ്റെ സ്ഥാനം നമ്മുടെ കാൽച്ചോട്ടിലാണ്, സാത്താൻ്റെ സ്ഥാനം. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ വല്ലഭത്തെ മനുഷ്യനായ നിനക്ക് അളക്കാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ സ്വർഗത്തിലൊരു ദൈവം, പിന്നെ എങ്ങനെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാൻ പറ്റുക? പിന്നെ ഇടയ്ക്കിട്ട് എങ്ങനെയാണ് ആത്മാവായിട്ട് വരാൻ പറ്റുക? ഇത് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ആ സത്യം നിങ്ങൾ അംഗീകരിക്കണം. അപ്പോൾ നിത്യപിതാവ് തന്നെയാണ് യേശുവ. മനസ്സിലായ? മനുഷ്യരൂപത്തിൽ വന്നു. പക്ഷേ ഈ ത്രിയേക ദൈവം, അതിൻ്റെ അടിസ്ഥാനത്തിന് കത്തോലിക്ക സഭ പണിതിരിക്കുന്ന ആ അടിസ്ഥാനത്തിന് നിത്യപിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ക്രിസ്ത്യാനി നിത്യപിതാവാണ് യേശുവ, ക്രൂശിൽ മരിച്ചു, അത് നിത്യപിതാവേ എന്ന് വിളിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിയുടെ കൺസെപ്റ്റ് എന്താണ്? പിതാവ് എന്ന് പറയുമ്പോൾ ഒരു വയസ്സൻ, യേശുവ എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, പിന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി ഞാൻ പറയാം, അത് വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് അല്ലേ. നിങ്ങൾക്ക് ഒരിക്കലും നിത്യപിതാവ് തന്നെയാണ് യേശുവായി വന്നതെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പറയുമ്പോൾ ശരിയാണ്, ഒരു ദൈവം എന്ന് പറയും. പക്ഷെ ഈ ഒരു മാജിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തകർത്തിമി കളിക്കുക അവിടെ കിടന്നിട്ട്. മനസ്സിലായ? അപ്പം ആദ്യം തന്നെ നമ്മളുടെ അടിസ്ഥാന വിശ്വാസം എന്നത് ഏക ദൈവം എന്നായിരിക്കണം. ദൈവം ഏകനാണ്, ത്രിയേകനല്ല. ത്രിയേകനല്ല, 3 കൂടി ആളല്ല. ദൈവം ഒരൊറ്റ ആൾ തന്നെയാണ്, ഏകൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒരൊറ്റ ആൾ തന്നെയാണ്. ഏക ദൈവം എന്ന കൺസെപ്റ്റ് വരണം. അത് ആദ്യം നമ്മൾ മനസ്സിൽ എന്താ പറയുക, അത് പ്രതിഷ്ഠിക്കണം, നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കണം. അത് എങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്ന് മനസ്സിലാവുള്ളൂ. ഓരോരുത്തരും എന്ത് ചിന്തിക്കണം? ഞാൻ ആശ്രയിക്കുന്ന ദൈവം ആരാണ്? യഹൂദർക്കൊരു ദൈവം, പഴയ നിയമത്തിൽ ദൈവം, ക്രിസ്ത്യാനിക്കൊരു ദൈവം, പുതിയ നിയമത്തിൽ ദൈവം, അങ്ങനെയൊക്കെ ഉണ്ടോ? ക്രിസ്ത്യാനി, നീ ചിന്തിക്കും, നീ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? അത് ഇസ്രായേലിൻ്റെ ദൈവമല്ലേ? കർത്താവ് എല്ലാവരെയും ഒന്നാക്കാനാണ് വന്നത് യേശുവായിട്ട്. പക്ഷെ എന്താ സംഭവിച്ചേ? സാത്താൻ സഭയെ പിരിച്ച് പലതാക്കിയും കളഞ്ഞു, പലതായിട്ട് പിരിച്ചു, 100,000 സഭകളായി മാറിയെന്ന് അല്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പിതാവ് തന്നെയാണ് പുത്രൻ. ഇനി പരിശുദ്ധാത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനി എന്താ പറയുക? ദൈവത്തിൻ്റെ ആത്മാവ് അല്ലേ, അതാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് പല രൂപത്തിൽ വന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റൂലേ. പ്രാവായിട്ട് വന്നു, തീയായിട്ട് വന്നു, മേഘമായിട്ട് വന്നു. അങ്ങനെ ഏത് രൂപത്തിൽ വന്നു എന്ന് വിചാരിച്ച് ആ രൂപത്തിനെ നമ്മൾ ദൈവമായിട്ട് കണക്കാക്കാറുണ്ടോ? കണക്കാക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് പ്രാവ് ദൈവമാവോ? പ്രാവിൻ്റെ രൂപത്തിൽ നമ്മൾ പ്രാവിനെ ആരാധിക്കാറില്ല, തീയെ ആരാധിക്കാറില്ല അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഒരു രൂപമാണ് മനുഷ്യരൂപം. ദൈവം മനുഷ്യരൂപത്തിൽ വന്നത് യേശുവായി. അപ്പം ആ രൂപത്തിനൊരു പ്രാധാന്യമില്ല. മനുഷ്യൻ്റെ രൂപത്തിൽ വന്നതെന്ന് വെച്ചിട്ട് മനുഷ്യൻ്റെ രൂപം തന്നെ എടുത്ത് ഫോട്ടോ ആയി ഫ്രെയിം ചെയ്ത് നമ്മൾ അതിനെ ആരാധിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പ്രാവിനെ പിടിച്ച് ആരാധിക്കണ്ടേ?
അങ്ങനെ അത് പറയാം, അതൊക്കെ വിഗ്രഹാരാധനയാണ്. അപ്പം ഇത് വിഗ്രഹാരാധനയല്ലേ? നിങ്ങൾ ചിന്തിക്ക്, ദൈവം യേശുവ എന്ന യഹൂദനായിട്ട് വന്നു എന്ന് വിചാരിച്ച ആ യഹൂദന്റെ രൂപത്തിന് പ്രാധാന്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാണ് പ്രാധാന്യം. പ്രാവിൻ്റെ രൂപത്തിൽ വന്നാലും തീയുടെ രൂപത്തിൽ വന്നാലും യേശുവായുടെ മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും അവിടെയൊക്കെ നമ്മളുടെ പ്രാധാന്യം ദൈവത്തിൻ്റെ ആത്മാവിനാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ്. ഭൂമിയിൽ തന്നെ അവിടുന്ന് പല രൂപത്തിൽ വന്നിട്ടുണ്ട് അല്ലേ? ഈ യേശുവ മരിച്ചു കഴിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ശിഷ്യന്മാർക്ക് മനസ്സിലാവാതിരുന്നേ? പലവട്ടം പ്രത്യക്ഷപ്പെട്ടല്ലേ? അതൊക്കെ വേറെ വേറെ മനുഷ്യന്റെ രൂപത്തിലായിരുന്നു. അല്ലെങ്കിൽ യേശുവായുടെ പണ്ടത്തെ രൂപത്തിലായിരുന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നില്ലേ? എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാകാതിരുന്നേ? കാരണം വേറെ മനുഷ്യരൂപത്തിലാണ് വന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമല്ലേ രൂപത്തിന് പ്രാധാന്യമില്ല എന്നുള്ളത്. മനസ്സിലായോ? അപ്പോ ആ രൂപത്തിലുള്ള ദൈവത്തെ കാണൂ, ദൈവാത്മാവിനെ കാണൂ. അപ്പോഴാണ് നമുക്ക് ത്രിയേക കൺസെപ്റ്റ് പോവുള്ളൂ. അപ്പോഴാണ് ജ്ഞാനസ്നാന സമയത്തും ഗെത്സമൻ തോട്ടത്തിലും നിങ്ങൾക്ക് ത്രിയേകം തോന്നാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ തോന്നുന്നു നിങ്ങൾക്ക് പിതാവ് അവിടെ, പുത്രൻ ഇവിടെ, പരിശുദ്ധാത്മാവ് മുകളിൽ പ്രാവ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ അടിസ്ഥാനപരമായ ഏകദൈവ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യരൂപം അത് മനുഷ്യനാണ്. മനസ്സിലായോ? ദൈവമായിരുന്നില്ല. ദൈവം ഏകനാണ് എന്ന തിരിച്ചറിയിലാണ് ഫസ്റ്റത്തെ പ്രാധാന്യം. മനസ്സിലായി? അത് യേശുവ തന്നെ എത്ര പ്രാവശ്യം പറയേണ്ടെന്നറിയോ? യേശുവായോട് ചോദിച്ചില്ലേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കൽപ്പന ഏതാണ് അല്ലേ? ആ ചോദ്യമൊക്കെ ചോദിച്ചത് ഇന്നത്തെ വക്കീലിന് വേണമെങ്കിൽ പറയാം. നിയമം ഫുള്ള് തോരരച്ച് കളിച്ച് കുടിച്ച മനുഷ്യനാണ് ചോദിച്ചത്. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവ് ഏകനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, ഒന്നാമത്തെ കൽപ്പന അല്ലേ? ദൈവം തന്നെ പറഞ്ഞു ഞാൻ ഏകനാണെന്ന്. കാര്യമില്ല, ക്രിസ്ത്യാനിക്ക് മനസ്സിലാവില്ല. ബൈബിളിലുടനീളം പറയുന്നു നിയമാവർത്തനം 6:4 ഇസ്രായേലേ കേൾക്കാ, നിന്റെ ദൈവം ഏകൻ തന്നെ. മലാക്കി 2:10 നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. 1 കൊരിന്തോസ് 8:4 ഏക ദൈവമല്ലാതെ ദൈവമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ദൈവം ഏകനാണ്, ത്രിയേകനല്ല. അപ്പൊ ആ ദൈവം തന്നെയാണ് മനുഷ്യനായി രൂപമെടുത്ത് പുത്രനായി വന്നത്. ദൈവാത്മാവിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ 3 പേര് ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോ ഈ 3 പേരുടെയും നാമവും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഈ 3 പേരും ഒന്ന് എന്ന് പറയുന്ന വാചകത്തിന് ശരിക്കും പറഞ്ഞ ഒരു പ്രസക്തി ഇല്ല. കാരണം 3 എന്നില്ല, ഒന്ന് തന്നെയാണത്. മനസ്സിലായോ? 3 പേരുടെയും നാമം ഒന്നാണെന്ന് പറയുന്നതിൽ പ്രസക്തി ഇല്ല. 3ഉം ഒന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നാമവും ഒന്ന് തന്നെ അല്ലേ? ആ നാമം ഒന്ന് തന്നെ എന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണത്. അതായത് യോഹന്നാൻ 17:12 വായിച്ചാൽ അവിടെ യേശുവ പറയുന്നുണ്ട്, പിതാവേ അങ്ങ് എനിക്ക് തന്ന അങ്ങയുടെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണേ. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാം പിതാവിൻ്റെ നാമവും പുത്രന്റെ നാമവും ഒന്നാണെന്ന്. പിതാവേ അങ്ങ് എനിക്ക് തന്ന അങ്ങയുടെ നാമത്തിൽ. അപ്പൊ അങ്ങയുടെ നാമമാണ് എനിക്ക് തന്നത് അല്ലേ? അപ്പൊ എന്താണ്? പിതാവിന്റെ നാമം തന്നെയാണ് പുത്രന് കൊടുത്തത്. ഇനി യോഹന്നാൻ 14:26 പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരും എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? പിതാവ് എൻ്റെ നാമത്തിൽ അയക്കും. അതായത് പുത്രന്റെ നാമത്തിലാണ് ആരയക്കുന്നത്? പരിശുദ്ധാത്മാവിനെ അയക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ എന്താ മനസ്സിലായേ? പുത്രന്റെ നാമം അത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ നാമം. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമൊക്കെ ഒന്ന് തന്നെയാണ്. 3ഉം ഒരാൾ തന്നെയാണ്. മനസ്സിലായോ? 3 നാമവും 3 ആളും ഒന്ന് തന്നെ. ആ നാമമാണ് യഹോശുവ മശിഹ. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, മനസ്സിലാകാത്തവരിൽ കടിച്ചു തൂങ്ങി കിടക്കണ്ട, നിങ്ങൾ വിട്ടോ. കാരണം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത്. എനിക്ക് ഒരു നിർബന്ധവുമില്ല നിങ്ങളെയൊക്കെ കൊണ്ടുപോകണമെന്നോ അതൊന്നും എൻ്റെ ആവ വിചാരിക്കണം അതൊക്കെ അല്ലേ. നിങ്ങൾ വിചാരിക്കണം, പിന്നെ ആവയും വിചാരിക്കണം. ആവ വിചാരിക്കുന്നവർ മാത്രമാണ്
ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ പെടുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് മനസ്സിലാവാത്തത് അല്ലേ? പക്ഷേ നിങ്ങൾക്ക് പലർക്കും ഇത് മനസ്സിലാവാത്തതിനൊരു കാരണമുണ്ട് കേട്ടോ. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 6:45 വായിച്ചിട്ടുണ്ടെങ്കിൽ പിതാവിനോട് കേട്ട് പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും എന്നാണ് യേശുവ പറഞ്ഞിട്ടുള്ളത്. ലോകസ്ഥാപനത്തിന് മുൻപ് നിങ്ങളുടെ ആത്മാവിനെ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിലാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നേ. മനസ്സിലായോ? അല്ലാത്തവർക്കാണിത് മനസ്സിലാകാത്തത്. അപ്പം അപ്പൻ്റെ കയ്യിൽ നിന്ന് കേട്ട് പഠിച്ചവർക്ക് മാത്രമാണ് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അല്ല, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അല്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കത്തിയെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയാം. കാരണം നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത ആത്മാക്കളാണ് നിങ്ങൾ. അതുകൊണ്ടാ ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ എന്നെയല്ല. കേട്ടാ? ഇപ്പം ഈ കന്യാസ്ത്രീകൾ, അച്ഛന്മാർ, അവരൊക്കെ എന്താ പറയുന്നത്? ഞങ്ങളൊക്കെ സ്വർഗത്തിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് ബാക്കി സീറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് തരുള്ളൂ അല്ലേ അവരൊക്കെ. കാരണം അവരൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കാരണം അവരൊക്കെ ദൈവത്തിന് തിരഞ്ഞെടുത്ത് പോയവരാണല്ലേ. പക്ഷെ ആ പച്ചയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ നിങ്ങൾ എന്നെയല്ല തിരഞ്ഞെടുക്കണ്ടേ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന്. മനസ്സിലായി? അപ്പം ആബയുടെ തിരഞ്ഞെടുപ്പിലാണ് പ്രാധാന്യം, നിങ്ങൾ തിരഞ്ഞെടുത്തോളുകൊണ്ട് ആയില്ല. മനസ്സിലായോ? ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നതിനാലോ, അപ്പനമ്മയും ക്രിസ്ത്യാനിയായിരുന്നു അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്നതിനാലോ ദൈവം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് അർത്ഥമില്ല. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആത്മാക്കൾക്ക് ഗുണം കണ്ട് ദൈവത്തിന് അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ് എന്ന് കണ്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കണം. അതിന് മുൻപേ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളുടെ ആത്മാക്കളെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിനറിയാം തനിക്കുള്ളതൊക്കെ ആരാന്ന്. തനിക്കുള്ള ആടുകളൊക്കെ ഇടയനെ അന്വേഷിച്ച് തൻ്റെ അടുക്കിലേക്ക് വരും. ആ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നീട്ടി ലോകാവസാനത്തിനെ കൊണ്ടുപോണേ. ജാതിയെ നിന്റെ എണ്ണം തികയ്ക്കാൻ. യഹൂദന്മാർ ഓൾറെഡി അവിടെ ബുക്കിടാ. ജാതികളുടെ എണ്ണം തികയ്ക്കാൻ നിങ്ങളെ പെറുക്കി എടുക്കുന്നത് കൊണ്ടാണ് ഈ നേരം വൈകുന്നേ. നിങ്ങളിത് മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ സന്തോഷിക്കും. നിങ്ങൾ ആബയുടെ മക്കളാണ്, നമ്മൾ ഒരു കൂട്ടു സഹോദരന്മാരാണ്. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. ഇന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങളോട് തന്നെ. പിതാവ് തന്നെയാണ് പുത്രനായിട്ട് മനുഷ്യനായിട്ട് വന്നിട്ട് ക്രൂശിൽ മരിച്ചത് നിനക്ക് ജീവൻ നൽകിയത്. അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ക്രൂശിൽ നിങ്ങളെ രക്ഷിച്ചത് എന്നുള്ള ആ രഹസ്യം മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈസ്റ്ററൊക്കെ അല്ലേ പറഞ്ഞത്, അപ്പോഴേക്കും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്താ പറയുക, ശബത്ത് ആചരിക്കുന്ന എല്ലാവരും തന്നെ പെസഹ ആചരിക്കണം. നമുക്കറിയാം അല്ലേ, ഏപ്രിൽ 1 വൈകുന്നേരം മുതൽ ഏപ്രിൽ 8-ാം തീയതി വരെ 7 ദിവസമാണ് പെസഹ. പെസഹായെ പറ്റിയും ഞാൻ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും പറഞ്ഞു തരാം. അതിനുള്ള ലീഫ്ലെറ്റ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അറിയണമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെസ്സഞ്ചറിൽ വരാം, ഫേസ്ബുക്ക് വഴി. അല്ലാതെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഇതിൽ യൂട്യൂബിൽ ഒന്നും ഇടാനും പറ്റില്ല. കാരണം എല്ലാ സത്താൻ്റെ മക്കളും അതിൽ കയറി കളിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ശബാത്തിനെ പറ്റിയും ശബത്തും അതുപോലെ പെസഹ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ രഹസ്യങ്ങൾ എന്താ പറയുക, പന്നികൾക്ക് ഇട്ട് കൊടുത്ത് ചവിട്ടി മെതിക്കാനുള്ളതല്ല, അതൊക്കെ നിധികളാണ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ എന്നെ തപ്പിപ്പിടിച്ച് നിങ്ങൾ മെസ്സഞ്ചറിൽ വന്നാൽ നിങ്ങൾക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രൂശിനെ പറ്റി പഠിച്ചല്ലേ, ക്രൂശിൽ എന്താ സംഭവിക്കുന്നതെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചു ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചത് ആരായിരുന്നു എന്ന് പഠിച്ചു. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ഏക സത്യദൈവത്തിന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം, അതിന് എന്താ പറയുക, നമ്മുടെ ആബയ്ക്ക് ഏക സത്യദൈവത്തിന് ഒരു പ്രതിമയിലൊന്നും ഒതുക്കി നിർത്താൻ പറ്റില്ല, പ്രതിമയിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. മനസ്സിലായോ? അതുകൂടി നീ തിരിച്ചറിഞ്ഞാലാണ് ഏകദേശം ഒക്കെ പൂർത്തിയാവുള്ളൂ. പിന്നീടാണ് നിനക്ക് ദൈവസ്നേഹം തിരിച്ചറിയാനും അനുഭവിക്കാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാത്തിനും വലുത് ദൈവമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരും.
സ്വന്തം ശരീരത്തെക്കാളും ഉപരിയായിട്ട് അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കും. ഈ ഭൂമിയിലെ ഈ ശരീരമൊക്കെ മുട്ടത്തോട് പോലെയാണ്, അതിനേക്കാളൊക്കെ ഉപരി ദൈവമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ദിവസം പള്ളിയിൽ പോയി, ദിവസം കുർബാന സ്വീകരിച്ചു, എന്നിട്ട് എനിക്കിത് വന്നില്ലേ, അങ്ങനെ വന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക, അതൊക്കെ നിങ്ങളുടെ കണ്ണ് കെട്ടിവെച്ചേക്കാണ്. നിങ്ങളെ മൂഢരായി പൊട്ടക്കുളത്തിൽ കൊണ്ടിട്ടേക്കാണ് പുരോഹിതന്മാർ. അവരും പൊട്ടന്മാരാണ്, എന്താ പറയുക, കണ്ണ് കാണില്ല അവർക്കും. ആ അന്തര് തന്നെ നിങ്ങളെ നയിച്ച് നിങ്ങളെ വീണ്ടും പൊട്ടക്കിണറ്റി കൊണ്ടിട്ടേക്കുക. ബൈബിള് പഠിക്കൂ. നിങ്ങൾ വെറുതെ ബൈബിള് കയ്യിൽ വെച്ചിരിക്കുക. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ച് ഞാൻ പറയുന്നത് ഓരോന്നും നിങ്ങൾ അതിലുണ്ടോ, അങ്ങനെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇതിലെ സത്യങ്ങൾ മനസ്സിലാകാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോ വചനങ്ങളും ഓരോ എന്താ പറയുക സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഒന്നും മനസ്സിലാവാണ്ട് പൊട്ടന്മാരെ പോലെ വരുന്നവർക്കൊന്നും ഞാൻ മറുപടി ഒന്നും കൊടുക്കാറില്ല, വാദിക്കാനും ഞാൻ നിൽക്കാറില്ല. അതൊക്കെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു സ്റ്റേജിൽ ആബയെ കണ്ടെത്തി, ഏകസത്യദൈവത്തിനെ കണ്ടെത്തി, നമ്മൾ ആ ദൈവം നമ്മുടെ ശരീരത്തിനേക്കാൾ ഉപരിയായി നമ്മൾ ആ ആബയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നോ ടെൻഷൻ, നോ മെൻഷൻ. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മെ തൻ്റെ ജീവിതം കൊണ്ട് മാതൃകയായി കാണിച്ച് തന്നിട്ടാണ് ദൈവം യേശുവ എന്ന യഹൂദൻ്റെ രൂപത്തിൽ വന്ന് കാണിച്ചു തന്നിട്ടാണ് യേശുവ പോയത് അല്ലേ? ഒരു മകൻ അപ്പനെ എങ്ങനെ സ്നേഹിക്കും, എങ്ങനെ അനുസരിക്കും എന്നൊക്കെ നമുക്ക് യേശുവായുടെ ജീവിതത്തിലൂടെ പഠിക്കാൻ സാധിക്കും. ഒരു പൂർണ്ണനായ മനുഷ്യനായി ജീവിച്ച് ദൈവം അത് യേശുവായിലൂടെ നമുക്കത് കാണിച്ചു തന്നു അല്ലേ? വിശ്വാസത്തോടു കൂടി ആ മകൻ ചോദിച്ചതൊക്കെ അപ്പം കൊടുത്തു. അങ്ങനെയാണ് അത്ഭുതങ്ങൾ നടന്നത്. നിങ്ങൾ ചിന്തിക്കൂ, യേശുവ കരഞ്ഞിട്ടുണ്ടല്ലേ? ഫ്രണ്ട് മരിച്ചപ്പോൾ കരഞ്ഞില്ലേ? ലാസർ മരിച്ചപ്പോൾ യേശുവ ദൈവമായിരുന്നെങ്കിൽ കരയുമോ? ദൈവത്തിന് അറിഞ്ഞൂടെ? ദൈവം അപ്പം പച്ചയായ മനുഷ്യൻ നമ്മെ പോലെ കരഞ്ഞും നമ്മെ പോലെ വികാരങ്ങളും ഒക്കെ യേശുവാക്കി ഉണ്ടായിരുന്നു. പാപത്തിലൊഴികെ എല്ലാത്തിലും പരീക്ഷിച്ചിട്ടുണ്ട് യേശുവായെ. എല്ലാ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് നമ്മുടെ യേശുവ. അപ്പം അതൊക്കെ ദൈവം മനുഷ്യനായിട്ട് വന്ന് നടത്തി കാണിച്ചു തന്നതാണ് നമുക്ക് അല്ലേ? മനസ്സിലായ? അപ്പോൾ നമ്മൾ യഹൂദന്മാരെ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പക്ഷെ യഹൂദന്മാരെക്കാളും കൂടുതൽ താലന്ത് കിട്ടിയത് അത് നിങ്ങൾക്കറിയോ? യഹൂദന്മാരെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, പ്ലസ് നമുക്ക് ഒരു താലന്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്താണ്? യേശുവായെ മനസ്സിലാക്കാൻ യഹൂദന്മാർക്ക് സാധിച്ചിട്ടില്ല. ദൈവം തന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചേക്കാം. പക്ഷെ നമുക്ക് എന്തും കൂടെ തന്നു, നമുക്ക് യേശുവായെ മനസ്സിലാക്കാനും കൂടി സാധിച്ചല്ലേ? ആദിമ ക്രൈസ്തവർക്കും അതറിയാമായിരുന്നു, ശിഷ്യന്മാർക്കും അതറിയാമായിരുന്നു. അവരെ പോലെ നമുക്കും ഈ അവസാന നിമിഷത്തിൽ നമുക്കും അത് തിരിച്ചറിയാൻ സാധിച്ചു അല്ലേ? യേശുവാ ദൈവം മനുഷ്യനായി വന്നതാണ് യേശുവാ എന്ന് നമുക്കറിയാൻ സാധിച്ചു അല്ലേ? അപ്പോൾ കൂടുതൽ താലന്ത് കിട്ടിയ നമ്മളിൽ നിന്ന് ദൈവം കൂടുതൽ പ്രതീക്ഷിക്കില്ലേ? അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ചേഞ്ച് യുവർ ലൈഫ്. ഈ നിമിഷം തന്നെ യേശുവ വരാറായി അല്ലേ? നമ്മുടെ ആബ വരാറായി. മഹോപദ്രവ കാലത്തിന് മുമ്പ് നിങ്ങളൊക്കെ പറന്നു പോകുമെന്ന് നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മഹോപദ്രവ കാലത്ത് നമ്മളെല്ലാം ഈ ഭൂമിയിലുണ്ടാകും. അപ്പം അന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ 10 കൽപ്പനയും നിങ്ങളെ പഠിപ്പിച്ച സഭയിലെ 10 കൽപ്പനയല്ല, പുറപ്പാട് 20 വായിച്ചു നോക്കുക. അതിൽ പറയുന്ന 10 കൽപ്പനയും ഒന്നുപോലും തെറ്റിക്കാതെ മുറുകെ പിടിക്കണം. ഒന്ന് തെറ്റിച്ചാൽ പോലും മുഴുവൻ തെറ്റിയ പോലെ എന്നാ പറയുന്ന ബൈബിളിൽ അല്ലേ? പറയുന്നതല്ല, അത് അങ്ങനെയാണ്. ഓരോ കൽപ്പനയ്ക്കും പ്രാധാന്യമുണ്ട്. ഞാൻ ഈ പറയുന്ന എല്ലാ രഹസ്യവും ഒക്കെ ഈ 10 കൽപ്പനയിൽ അടങ്ങിയിട്ടുള്ളതാ. 10 കൽപ്പന ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് മാത്രല്ലേ വെളിപാടിൽ പറയുന്നു അല്ലേ? കൽപ്പന പാലിക്കുന്ന മക്കളുടെ നേരെയാണ് സാത്താൻ ചീറി അടുക്കുന്നത്. അവർക്ക് നേരെയാണ് പരീക്ഷണങ്ങൾ വരുന്നത് അല്ലേ? അപ്പം ഞാൻ നിർത്താണ്. 10 കൽപ്പനയിൽ 4ാം കൽപ്പനയായ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളം കൂടിയായ ശബത്ത് എല്ലാവരും ആചരിക്കണം, മുറുകെ പിടിക്കണം. അതൊഴിച്ചു നിർത്തിയിട്ട് അപൂർണനാണ് നമ്മൾ, ഒരു കാര്യമില്ല. ശബത്ത് ഒഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപൂർണനാണ്, ഒരു കാര്യമില്ല. മനസ്സിലായോ? ഇന്ന് സാത്താൻ തോൽപ്പിക്കാനുള്ള ഏക മാർഗം ശബത്ത് ആചരിക്കലാണ്. മറഞ്ഞിരുന്ന ആ രഹസ്യം ഈ അവസാന കാലത്ത് 7ാം കാഹളം മുഴക്കാനിരിക്കുന്ന ഈ സമയത്ത് ദൈവം ഓർമ്മിപ്പിച്ച് തന്നു എങ്കിൽ അത് പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്.
അപ്പോൾ എല്ലാവർക്കും ശബത്ത് ശലോം. നമ്മൾ ഈ ശബത്ത് മുറുകെ പിടിക്കണം. അതുപോലെ പെസഹ ഫീസ്റ്റ്, 7 ഫീസ്റ്റുകൾ അല്ലേ. പെസഹ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മളെല്ലാവരും പെസഹ ഭംഗിയായിട്ട് ആചരിക്കണം, നിർബന്ധമായിട്ടും അത് ആചരിക്കണം. അപ്പോൾ അതിന് ഒരുക്കമായിട്ട് വീടും പരിസരമൊക്കെ നിങ്ങൾ വൃത്തിയാക്കിക്കൊള്ളുക. അന്നേക്ക് ഉള്ള സാധനങ്ങൾ ഒക്കെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചു വെക്കുക. ലീവൊക്കെ മുൻപേ ഒരുക്കി വെക്കുക. നമുക്ക് 2-ാം തീയതി 8-ാം തീയതി ശബത്ത് പോലെയാണ്. അന്നൊക്കെ നമ്മൾ ലീവ് മുൻപേ തന്നെ ജോലിയുള്ളവരൊക്കെ വാങ്ങിച്ചു വെക്കണം. പിന്നെ അങ്ങനെ അപ്പോൾ പെസഹ ഭംഗിയായിട്ട് ആചരിക്കാനായിട്ട് എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ആബ അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെ തടസ്സങ്ങൾ സാത്താൻ കൊണ്ട് തന്നാലും നമ്മൾ നിശ്ചയിക്കണം നമ്മുടെ രേഖ, എന്താ പറയുക, നമ്മുടെ ആ ബൗണ്ടറി. സാത്താൻ ആ ബൗണ്ടറിക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ കയറ്റി വിടരുത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ സ്വതന്ത്രയാണ്. നമ്മൾ അടിമകളല്ല, മറ്റുള്ളവരെ മാതിരി അടിമകളല്ല. നമ്മൾ സ്വതന്ത്രയാണ്. നമുക്ക് നമ്മുടെ ആബയെ വിശ്വസിക്കാനും ഇതൊക്കെ ആചരിക്കാനുമുള്ള റൈറ്റ് ഉണ്ട്. അതിൽ വിശ്വാസം അർപ്പിച്ച് മുറുകെ പിടിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ നിർത്താണ്. എല്ലാവർക്കും ശബത്ത് ശലോം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുത്രൻ അഥവാ മകൻ. അതിന് ഹീബ്രുവിൽ പറയുന്നത് ബെൻ എന്നാണ്, BEN. മകൾ എന്നാണെങ്കിൽ ബാത്ത് എന്നാണ്, BAT. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബത്ത് ശലോം. എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ അബ്ജി.